ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മഞ്ഞളിൻ്റെയും ഉള്ളിയുടെയും ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മുടെ കൈയൊന്ന് മുറിയുവാണെങ്കിൽ ഒരു ചെറിയ ഉള്ളി ചതച്ച് ആ മുറിവിൽ കെട്ടിവെച്ചാൽ മുറിവുണങ്ങും. എന്തുകൊണ്ടെന്നാൽ അതിനകത്ത് ഉള്ളിക്ക് ഒരു ആൻറ്റിസെപ്റ്റിക് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. പിന്നെ ബാക്ടീരിയ, മൈക്രോബുകൾ എന്നിവ തടയുന്നതിനും ഇത് സഹായിക്കുന്നു. പിന്നെ ഉള്ളിയിലാണെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ B1, വൈറ്റമിൻ കെ, ബയോട്ടിൻ, കാൽസ്യം, ക്രോമിയം, ഫോളിക് ആസിഡ്, ഡയറ്ററി നാരുകൾ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട് അതൊക്കെ. ജലദോഷവും ചുമയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഉള്ളി ചതച്ചിട്ട് അതിനകത്ത് തേനും അങ്ങനെയൊക്കെ ഇട്ടിട്ട് കഴിച്ചാൽ ചുമയും ജലദോഷമൊക്കെ മാറാൻ വളരെ നല്ലതാണ്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ളവരിലാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിന് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ക്രോമിയം സഹായിക്കുന്നു. പിന്നെ ഉള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയുന്നതിന് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ മഞ്ഞളിനും ഉണ്ട് ധാരാളം ഗുണങ്ങൾ. മഞ്ഞൾ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ബാക്ടീരിയലാണ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുറിവുണങ്ങുന്നതിനും നീർവീക്കത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. മഞ്ഞളിന്റെ ഔഷധ ഗുണം കൂടാൻ കാരണം അതിൽ കുർക്കുമിൻ എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ സ്തനാർബുദം, കുടലിലെ അർബുദം, ശ്വാസകോശ അർബുദം, ലുക്കീമിയ തുടങ്ങിയ ചികിത്സയ്ക്കും അൾഷിമേഴ്സ് തടയുന്നതിനും മഞ്ഞൾ ഫലപ്രദമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ശരീരത്തിലെ ചുണങ്ങിനെ പ്രതിരോധിക്കാൻ മഞ്ഞൾ വളരെ നല്ലതാണ്. പിന്നെ മദ്യാസക്തി, വേദന സംഹാരികൾ ശീലമാക്കൽ എന്നിവ കൊണ്ട് കരളിനുണ്ടാകുന്ന കേടുപാടുകളുടെ തോത് കുറയ്ക്കുന്നതിനും മഞ്ഞൾ വളരെ ഉത്തമം. മഞ്ഞളിൻ്റെയും ഉള്ളിയെയും കുറിച്ചിട്ടുള്ള ഈ ഒരു ഹെൽത്തി ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.